ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടബിൾ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി, ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് 10 ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. മലയാളത്തിൻ്റെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിൻ്റെ. അപ്പോൾ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന, പെട്ടെന്ന് ഓർമ്മ വരുന്ന 10 കഥാപാത്രങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷനാണ് ഏതെടുക്കണമെന്ന്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത 10 കഥാപാത്രങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 കഥാപാത്രങ്ങളിൽ 10ാം സ്ഥാനത്തുള്ളത് ആറ്റിപ്രാക്കൽ ജിമ്മി, ചതുരംഗം എന്ന സിനിമയിലെ 2002 പുറത്തിറങ്ങിയ ചതുരംഗം എന്ന സിനിമയിലെ കഥാപാത്രം. കെ മധുവായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 9 കാശിനാഥൻ. അതേ വർഷം തന്നെ 2002 പുറത്തിറങ്ങിയ താണ്ഡവം എന്ന ചിത്രത്തിലെ കഥാപാത്രം. ഷാജി കൈലാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 8 പരമേശ്വരൻ. 1999 പുറത്തിറങ്ങിയ ഉസ്താദ് എന്ന ചിത്രത്തിലെ കഥാപാത്രം. സിബി മലയിലായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 7 വിഷ്ണു. 1988 പുറത്തിറങ്ങിയ ചിത്രം എന്ന ചിത്രത്തിലെ കഥാപാത്രം. പ്രിയദർശനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 6 സണ്ണി. 1993 പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ കഥാപാത്രം. ഫാസിലായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 5 ആടുതോമ. പലരുടെയും ഫേവറേറ്റ് കഥാപാത്രങ്ങളിൽ ഒന്നാണ് ലാലേട്ടൻ്റെ ആടുതോമ എന്നത്. അപ്പോൾ നമ്പർ 5 ആടുതോമ. സ്ഫടികം എന്ന ചിത്രത്തിലെ കഥാപാത്രം. 1995 സ്ഫടികം പുറത്തിറങ്ങിയത്. ഭദ്രനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 4 നീ പോടാ മോനെ ദിനേശ, ആ കഥാപാത്രം, അതായത് പൂവള്ളി ഇന്ദുചൂടൻ എന്ന കഥാപാത്രം. 2000 പുറത്തിറങ്ങിയ നരസിംഹം എന്ന സിനിമയിലെ കഥാപാത്രം. ഷാജി കൈലാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 3 കണിമംഗലം ജഗന്നാഥൻ. 1997 പുറത്തിറങ്ങിയ ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ കഥാപാത്രം. ഷാജി കൈലാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 2 സ്റ്റീഫൻ നെടുമ്പുള്ളി. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമയിലെ കഥാപാത്രം. പൃഥ്വിരാജ് സുകുമാരനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അതിൻ്റെ തന്നെ നമ്പർ 1, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കഥാപാത്രം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു ഡയലോഗ്സും ആ ഒരു ആക്ഷൻ രംഗങ്ങളൊക്കെ കൊണ്ട് എനിക്ക് വീണ്ടും കാണണമെന്ന് തോന്നുന്ന സിനിമയും കാണണമെന്ന് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഏതാണെന്ന് വെച്ചാൽ അത് രാവണപ്രഭുവാണ്. അതിലെ മംഗലശ്ശേരി കാർത്തികേയൻ എന്ന കഥാപാത്രം. 2001 പുറത്തിറങ്ങിയ സിനിമ. രഞ്ജിത്തായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. മംഗലശ്ശേരി നീലകണ്ഠൻ്റെ 2K വേർഷൻ മംഗലശ്ശേരി കാർത്തികേയൻ വളരെ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം മംഗലശ്ശേരി കാർത്തികേയനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.